ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ക്ലാസ് 9 കെമിസ്ട്രി ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് സെക്ഷൻ 4 ആണ്. സെഷൻ 1ഉം 2ഉം 3ഉം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എൻ്റെ ചാനലിൽ കയറി നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇനി സമീകൃത രാസസമവാക്യം എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഇക്വേഷൻ തരുമ്പോൾ എന്ത് ചെയ്യണം? ഈ ആരോടെ ഇവിടുന്ന് താഴോട്ട് ഒരു വര അങ്ങ് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് അഭികാരികളുടെ സൈഡിൽ അല്ലെങ്കിൽ റിയാക്റ്റൻ സൈഡിലുള്ള ആൾക്കാരെ എടുത്ത് എഴുതും. ഇവിടെ ആരൊക്കെ ഉണ്ട്? കെ, പൊട്ടാസ്യം, ക്ലോറിൻ, Cl. ഇവർ എണ്ണം. അഭികാരികളുടെ സൈഡിൽ പൊട്ടാസ്യം 1 ഉള്ളൂ, ക്ലോറിന് 2 ഉണ്ട് അല്ലേ. ഇനി പ്രൊഡക്റ്റ് സൈഡ്, ഉൽപ്പന്ന സൈഡിലും ഇതുപോലെ എടുത്തെഴുതുക, കെ, Cl. അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ കെയും Clഉം 1 ഉള്ളൂ. ദെൻ നോക്കുക, പൊട്ടാസ്യം അല്ലെങ്കിൽ കെ അഭികാരികളുടെ സൈഡ് റിയാക്റ്റൻ സൈഡിലും പ്രൊഡക്റ്റ് സൈഡ് ഉൽപ്പന്നങ്ങളുടെ സൈഡിലും 1 ഉള്ളൂ. അപ്പോൾ അതിന് ചേഞ്ച് വേണ്ട. ക്ലോറിൻ നോക്കുവാണെങ്കിൽ റിയാക്റ്റൻ സൈഡ് അഭികാരികളുടെ സൈഡിൽ ക്ലോറിൻ്റെ എണ്ണം 2 ആണ്. പ്രൊഡക്റ്റ് സൈഡിൽ നോക്കുമ്പോൾ ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ നോക്കുമ്പോൾ ക്ലോറിൻ്റെ എണ്ണം 1 ആണ്. അപ്പോൾ അത് സെയിം ആക്കണമല്ലോ, ഒരുപോലെ ആക്കണം. അതിന് നമ്മൾ എന്തോ ചെയ്യണം? ഈ ക്ലോറിൻ്റെ താഴെ കൊണ്ടുവന്ന് 2 ഇടുകയാണോ ചെയ്യുന്നത്? അല്ല, അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്. നമുക്ക് ഈ ഒരു പദാർത്ഥത്തിന് ഫുള്ളായിട്ട് നമ്മൾ ആ 2 ആഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ 2 ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കെയ്ക്കും പൊട്ടാസ്യത്തിൻ്റെ വാല്യൂ മാറും, ക്ലോറിൻ്റെ വാല്യൂ മാറും. അപ്പോൾ ഇൻറ്റു 2 ചെയ്യുമ്പോൾ ഈക്വൽ 2 ആവും. കെയുടെ എണ്ണവും 2 ആവും ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ. അതുപോലെ തന്നെ ക്ലോറിൻ്റെ എണ്ണവും 2 ആവും. അതിൻ്റെ എണ്ണം പ്രൊഡക്റ്റ് സൈഡിലും റിയാക്റ്റൻ സൈഡിലും അഭികാരികളുടെ സൈഡിലും ഉൽപ്പന്നങ്ങളുടെ സൈഡിലും 2 ആയി. ഇനി കെയുടെ എണ്ണമാണ് ചേഞ്ച് ചെയ്യാനുള്ളത്. കെയുടെ എണ്ണം ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ 2 ആണ്. അപ്പോൾ ഇനി പ്രൊഡക്റ്റ് സൈഡിൽ 2 ആയതുകൊണ്ട് നമുക്ക് ഇനി അഭികാരികളുടെ സൈഡിൽ റിയാക്റ്റൻ സൈഡിലും 2 ആക്കണം. അതിന് കെയുടെ ഫ്രണ്ടിലായിട്ട് 2 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1 × 2 ഈക്വൽ 2 എന്ന് വരും. അപ്പോൾ രണ്ട് സൈഡിലും കെയുടെ Clൻ്റെ എണ്ണം ഈക്വലായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ സമീകരിച്ച രാസസമവാക്യം 2K + Cl2 = 2KCl എന്ന് വരും. ആരോടെ താഴോട്ട് ലൈൻ വരയ്ക്കുക. ഇവിടുത്തെ ആറ്റംസ് ഏതൊക്കെയാണെന്ന് എഴുതുക. Caയും ഓക്സിജനും. ഉൽപ്പന്നങ്ങളുടെ സൈഡിലും Caയും ഓക്സിജനും. ഇനി അഭികാരികളുടെ സൈഡിൽ നോക്കുക. Ca എത്ര എണ്ണം ഉണ്ട്? 1 ഉള്ളൂ. ഓക്സിജൻ 2 എണ്ണമാണ്. ഓക്കെ, ഇനി ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ Ca 1 ഉള്ളൂ, ഓക്സിജനും 1 ഉള്ളൂ. അപ്പോൾ റിയാക്റ്റൻ സൈഡിൽ ഓക്സിജൻ്റെ എണ്ണം 2 ആണ്. അപ്പോൾ ഇനി പ്രൊഡക്റ്റ് സൈഡിലും ഓക്സിജൻ്റെ എണ്ണം 2 ആക്കണം. അതിന് കാൽഷ്യം ഓക്സൈഡ് Cയുടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ 2 ചേർത്ത് കൊടുക്കുന്നു. അങ്ങനെ 1 × 2 ഈക്വൽ 2 എന്ന് വരും. ഓക്സിജൻ്റെ എണ്ണം 2 ആകും. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ എണ്ണവും 2 ആകും. 1 × 2. ആ രണ്ടെന്ന് പറയുന്നത് കാൽഷ്യത്തിനും ഓക്സിജനും കൂടെ കോമൺ ആണ്. അതുകൊണ്ടാണ് രണ്ടു പേർക്കും എണ്ണം 2 ആകുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് സൈഡിൽ ഉൽപ്പന്നങ്ങൾ സൈഡിൽ കാൽഷ്യത്തിൻ്റെ ഓക്സിജൻ്റെ എണ്ണം 2 ആയി. റിയാക്റ്റൻ സൈഡിൽ ഓക്സിജൻ്റെ എണ്ണം 2 ആണ്. കാൽഷ്യത്തിൻ്റെ എണ്ണം എത്ര ആവണം? 2 ആവണം. അതിനായി കാൽഷ്യത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 ചേർത്ത് കൊടുക്കുക. 1 × 2 ഈക്വൽ 2 എന്ന് വരും. നമുക്ക് നേരിട്ട് വേണമെങ്കിൽ 2 എന്ന് എഴുതാം. മനസ്സിലാവാൻ വേണ്ടിയാണ് ഇൻറ്റു ചെയ്യുന്നത്, കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ സമീകരിച്ച രാസസമവാക്യം 2Ca + O2 = 2CaO. അടുത്ത രാസസമവാക്യം നോക്കൂ. H2O2 = H2 + O2. നമ്മൾ രണ്ട് സൈഡിലുള്ള ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എടുത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി ഇത് ഓൾറെഡി എന്താണ്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ സമീകരിച്ച രാസസമവാക്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ഇനി സമീകരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഹൈഡ്രജൻ്റെ എണ്ണം റിയാക്റ്റൻ സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും ഈക്വലാണ്. ഓക്സിജൻ എണ്ണം അഭികാരികളുടെ സൈഡിലും ഉൽപ്പന്നങ്ങളുടെ സൈഡിലും ഈക്വലാണ്. അപ്പോൾ ഇനി ഇത് സമീകരിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഇത് സമീകരിച്ച രാസസമവാക്യമാണ്. അപ്പോൾ H2O2 = H2 + O2 തന്നെയാണ്. സമവാക്യം നോക്കി ഏത് രാസപ്രവർത്തനമോ റിയാക്ഷനാന്ന് പറയാൻ പറ്റുമോ? റിയാക്റ്റൻ സൈഡിൽ അഭികാരികളുടെ സൈഡിൽ ഒരു പദാർത്ഥമേ ഉള്ളൂ, സിംഗിൾ സബ്സ്റ്റൻസേ ഉള്ളൂ. അത് വിഘടിച്ച് ഡീകമ്പോസ് ചെയ്ത് 2 സബ്സ്റ്റൻസ് അയക്കുവാണ്. അപ്പോൾ എന്താണ്? വിഘടന രാസപ്രവർത്തനം, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. രാസപ്രവർത്തനം നോക്കിയിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ നോക്കിയിട്ട് നമുക്ക് ഏത് രാസപ്രവർത്തനമാണെന്ന് പറയാനും സാധിക്കുന്നുണ്ടല്ലേ. നമ്മൾ മുമ്പ് ചെയ്ത ഇക്വേഷനാണ് ഇത്. ഏതിന് എക്സാമ്പിളാണ്? കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലേ.
സഹസംയോജകത രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. എന്തുകൊണ്ട്? ഇവിടെ പ്രൊഡക്റ്റ് സൈഡ്, ഉൽപ്പന്നങ്ങൾ സൈഡിൽ ഒരു പ്രൊഡക്റ്റേ ഉള്ളൂ അല്ലേ? അതുകൊണ്ടാണ് അത് കോമ്പിനേഷൻ റിയാക്ഷൻ, സഹസംയോജകത രാസപ്രവർത്തനം എന്ന് ഈ ഇക്വേഷനെ പറഞ്ഞത്. ഈ രാസസമവാക്യം, ഈ കെമിക്കൽ ഇക്വേഷൻ റിഡോക്സ് റിയാക്ഷൻ ആണോ, റിഡോക്സ് പ്രവർത്തനമാണോ എന്നാണ് നോക്കുന്നത്. നമുക്ക് കുറച്ച് ഓക്സിഡേഷൻ നമ്പർ അറിയാം. കുറച്ച് പേരുടെ ഹൈഡ്രജൻ +1 ആണ്, ഓക്സിജൻ -2 ആണ്, ക്ലോറിൻ -1 ആണ്, സോഡിയം Na+1 ആണ്, അതുപോലെ തന്നെ ഫ്ലൂറിൻ -1 ആണ്, ബ്രോമിൻ Br -1 ആണ്, അയഡിനും -1 ആണ്, കാൽഷ്യം +2 ആണ്, അലൂമിനിയം +3 ആണ്. അങ്ങനെ കുറച്ച് പേരുടെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം. സോഡിയം +1, ഓക്സിജൻ -2, ഹൈഡ്രജൻ +1, HCl ഹൈഡ്രജൻ +1, ക്ലോറിൻ -1, ഇവിടെ പ്രൊഡക്റ്റ് സൈഡിൽ ഉൽപ്പന്നങ്ങൾ സൈഡിലും Na+1, Cl -1. ഇവിടെ ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ +2, ഓക്സിജൻ -2. ഓക്കെ, നോക്കൂ. അഭികാരികളുടെ സൈഡിൽ +1 ആണ് സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ, പ്രൊഡക്റ്റ് സൈഡിലും +1 ആണ്. അഭികാരികളുടെ സൈഡിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്, ഉൽപ്പന്നങ്ങളുടെ സൈഡിലും -2 ആണ്. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ റിയാക്റ്റൻ സൈഡിൽ +2 ആണ്, പ്രൊഡക്റ്റ് സൈഡിലും +2 ആണ്. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അഭികാരികളുടെ സൈഡിൽ -1 ആണ്, അത് പ്രൊഡക്റ്റ് സൈഡിലും -1 ആണ്. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എവിടെയെങ്കിലും ചേഞ്ച് നടക്കുന്നുണ്ടോ? ഇല്ല. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം ഒരു പ്രവർത്തനത്തിൽ നടക്കുകയാണെങ്കിൽ അതിനെ റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്സിഡേഷനും റിഡക്ഷനും ടേക്കിംഗ് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി ആണെങ്കിൽ നമുക്കതിനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് റിഡോക്സ് പ്രവർത്തനമല്ല, റിഡോക്സ് റിയാക്ഷൻ അല്ല. രണ്ടാമത്തെ H2S + Cl2 gives 2HCl + S. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ 0 ആയിരിക്കും ഓക്സിഡേഷൻ നമ്പർ. ഇവിടെ Cl2 ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത്, വേറെ ആറ്റം ഒന്നും ചേരുന്നില്ലല്ലോ, അപ്പോൾ ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇവിടെ സൾഫറും എന്താ ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത്, അവർ ഓക്സിഡേഷൻ നമ്പറും 0 ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിഡോക്സ് റിയാക്ഷൻ ആണോ നോക്കുമ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അന്നത്തെ ഒറ്റയ്ക്ക് ആൾക്കാർ നിൽപ്പുണ്ടെങ്കിൽ അവരുടെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. ഇനി നമുക്ക് ബാക്കിയുടെ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കാം. H2S. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ്റെ +1 ആണ്, ഹൈഡ്രജൻ്റെ +1 ആണ്. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അപ്പോൾ എന്ത് വരും? +2 എന്ന് വരും ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ. സൾഫറിൻ്റെ നമുക്ക് അറിയത്തില്ല, അതിന് നമുക്ക് വേണമെങ്കിൽ X എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഹൈഡ്രജൻ +2 ആണെങ്കിൽ സൾഫർ എത്ര ആയിരിക്കും? -2 ആയിരിക്കും. ഓക്സിഡേഷൻ നമ്പർ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 0 കിട്ടണം എന്നാണല്ലോ. അപ്പോൾ ഹൈഡ്രജൻ +2 ആണെങ്കിൽ സൾഫർ എത്ര ആയിരിക്കും? -2 ആയിരിക്കും അല്ലേ? അങ്ങനെ നമുക്ക് ഈസിലി ഫൈൻഡ് ചെയ്യാൻ പറ്റും. മേലത്തെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടുമ്പോൾ 0 ആണോന്നും കൂടെ ചെക്ക് ചെയ്താൽ മതി. ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ ഹൈഡ്രജൻ +1 ആണ് ഓക്സിഡേഷൻ നമ്പർ, 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്, +2. അതുപോലെ തന്നെ ക്ലോറിനും -2 ആണ്, സൾഫർ 0. ഇനി നമുക്ക് നോക്കാം ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസും ഡിക്രീസും ആർക്കൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഓക്സിഡേഷൻ നമ്പർ ഇവിടെ സൾഫറിന് എന്താ ചെയ്തത്? കുറയുകയാണ് ചെയ്തത് അല്ലേ? ഡിക്രീസ് ചെയ്യുകയാണ്. 2ൽ നിന്ന് 0 ആയിട്ട് കുറയുക, 2 to 0 ആയി ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ് ചെയ്തത്. ഓക്സിഡേഷൻ നമ്പർ കുറയുവാണെങ്കിൽ അതെന്താണ്? നിരോക്സീകരണം, റിഡക്ഷനാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ക്ലോറിൻ്റെ നോക്കും, 0ൽ നിന്ന് ഓക്സിഡേഷൻ നമ്പർ -2 അല്ലെങ്കിൽ 2 ആയി കൂടുകയാണ്, 0 to 2 ആവുകയാണ്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താണ്? ഓക്സിഡേഷൻ, ഓക്സീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി നോക്കൂ, ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻറ്റ്, ഓക്സികാരി നിരോക്സികാരി. അപ്പോൾ ഓക്സികാരി നിരോക്സികാരി അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. ഓക്സിഡേഷൻ സംഭവിച്ചത് ആർക്കാണോ അവരാണ് നിരോക്സികാരി, റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇവിടെ ക്ലോറിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത് അല്ലേ? ഓക്സിഡേഷൻ സംഭവിച്ചത് ആർക്കാണ്? ക്ലോറിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, സൾഫറിനാണ് റിഡക്ഷൻ സംഭവിച്ചത്. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിച്ചത് ക്ലോറിൻ ആയതുകൊണ്ട് അതാണ് നമ്മുടെ റെഡ്യൂസിങ്
ഏജൻറ്റ്. ഓക്കെ, ഇനി ഇവിടെ ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്? സൾഫറിനാണ്. ഓക്സിഡേഷൻ നമ്പർ കുറയുമ്പോൾ അത് റിഡക്ഷൻ, നിരോക്സീകരണമാണ്. അപ്പോൾ നിരോക്സീകരണം സംഭവിച്ചത് സൾഫറിനായതുകൊണ്ട് നമ്മുടെ ഓക്സികാരി അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്? സൾഫറാണ്. ഓക്കെ, തിരിച്ച് കൊടുക്കുക, ഏജൻറ്റുമാരെ തിരിച്ചു കൊടുക്കുക. ഓക്സിഡേഷൻ സംഭവിച്ച ആൾക്ക് റെഡ്യൂസിങ് ആണ് ഏജൻറ്റ്, റിഡക്ഷൻ സംഭവിച്ച ആൾക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റ്, ഓക്സീകരണം സംഭവിച്ച ആൾക്ക് റെഡ്യൂസിങ് ഏജൻറ്റ് ആണ് അല്ലെങ്കിൽ നിരോക്സികാരിയാണ്. അതുപോലെ തന്നെ നിരോക്സീകരണം സംഭവിച്ച ആൾക്ക് ഓക്സികാരിയാണ്, ഓക്സിഡൈസിങ് ഏജൻറ്റാണ് എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോറിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്, സൾഫറിനാണ് റിഡക്ഷൻ സംഭവിച്ചത്. ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ ഓക്സിഡേഷൻ, ഓക്സീകരണം. ഓക്സിഡേഷൻ നമ്പർ കുറയുമ്പോൾ റിഡക്ഷൻ, നിരോക്സീകരണം. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും ഒരേ സമയത്ത് നടക്കുന്നുണ്ടല്ലോ ഈ രാസപ്രവർത്തനത്തിൽ. ഇതിനെ റിഡോക്സ് പ്രവർത്തനം എന്ന് പറയാമല്ലോ അല്ലേ? ഓക്സിഡേഷൻ റിഡക്ഷൻ ടേക്സ് പ്ലേസ് സൈമൾട്ടേനിയസ്ലി. സോ ദിസ് ഇക്വേഷൻ ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷൻ, ഓക്സീകരണം നടക്കുന്ന ആൾക്ക് തന്നെയാണ് റെഡ്യൂസിങ് ഏജൻറ്റ്, നിരോക്സീകാരി. അവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടും. റിഡക്ഷൻ നടക്കുന്ന ആൾ നിരോക്സീകരണം, അവിടെ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്, ഓക്സികാരിയാണ്. ഓക്സിഡേഷൻ നമ്പർ കുറയുവാണ് റിഡക്ഷനിൽ, നിരോക്സീകരണത്തിൽ. ഇനി നോക്കേണ്ടത് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്ക് ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. വേറെ ആറ്റം ഒന്നുമില്ല, ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അതുപോലെ തന്നെ ഒരു സംയുക്തത്തിൽ ആറ്റങ്ങളുടെ ഓക്സിഡേഷൻ നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് 0 കിട്ടണം. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും, ഓക്സീകരണവും നിരോക്സീകരണവും ഒരു റിയാക്ഷനിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ റിഡോക്സ് പ്രവർത്തനം, റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, കുറച്ച് കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, സംയുക്തങ്ങൾ തന്നിട്ടുണ്ട്. ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ്. നമുക്കിതിനകത്ത് ആരുടെയൊക്കെ അറിയാം? ആദ്യത്തെ നോക്കൂ, SO3. ഓക്സിജൻ്റെ നമുക്കറിയാം -2 ആണ്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ -2 × 3, അങ്ങനെ വരുമ്പോൾ -6 എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സൾഫർ എത്ര ആയിരിക്കണം? +6 ആയിരിക്കണം. എന്നാലല്ലേ ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ തമ്മിൽ കൂട്ടുമ്പോൾ 0 കിട്ടത്തുള്ളൂ. അങ്ങനെ നമുക്ക് ഈസിലി ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പാടാണെങ്കിൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അറിയത്തില്ല, നമുക്ക് അതിനെ X എന്ന് വിളിക്കാം. ഓക്സിജൻ്റെ അറിയാം -2 ആണ്. അപ്പോൾ X + -2, ഇവിടെ ഓക്സിജൻ 3 എണ്ണം ഉണ്ടായിട്ട് -2 × 3. അപ്പോൾ ഒരു സംയുക്തത്തിലെ ഓക്സിഡേഷൻ നമ്പർ എല്ലാം കൂട്ടുമ്പോൾ എത്ര ആയിരിക്കണം കിട്ടുന്നത്? =0 ആയിരിക്കണം, =0. അപ്പോൾ X ആണ് സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അറിയാത്തതുകൊണ്ട് X എന്ന് വിളിക്കുന്നു. -2 × 3 ചെയ്യുമ്പോൾ X - 6 എന്ന് നമുക്ക് കിട്ടും, =0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. X =-6, അപ്പുറത്ത് പോകുമ്പോൾ +6. അപ്പോൾ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര എന്ന് കിട്ടും? +6. ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. അടുത്തത് Mn2O7. Mൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെ X എന്ന് വിളിക്കുന്നു. ഇവിടെ എത്ര Mn ഉണ്ട്? 2 Mn ഉണ്ട്. അപ്പോൾ 2X. ഇവിടെ ഓക്സിജൻ -2 ആണ്. എത്ര ഓക്സിജൻ ഉണ്ട്? × 7, 7 ഓക്സിജൻ ഉണ്ട്. പ്ലസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓരോ ആറ്റത്തിൻ്റെ അടുത്തെത്തുമ്പോൾ കൂട്ടിയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, =0. 2x -2 × 7 എന്ന് പറയുന്നത് -14 ആണ്, =0. 2x -14 അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് +14 ആവും, 14. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ 2 ഇൻറ്റു ചെയ്തേക്കുവാണ്. 2 അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് 14 / 2 ആവും. 14 / 2. നമുക്ക് ഉത്തരം എത്ര കിട്ടും? +7 ആണ് മാഗ്നീസ്, Mnൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എളുപ്പമെന്നുള്ള രീതിയിൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, തെറ്റിക്കരുത്. X ഇട്ട് ചെയ്യാനാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത H2SO4 എസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ്റെ +1 ആണ്. 2 ഹൈഡ്രജൻ വരുമ്പോഴത്തേക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആവും. പ്ലസ്
എക്സിൻ്റെ നമുക്ക് അറിയത്തില്ല, ഇവിടെ ഒരു എക്സേ ഉള്ളൂ, അപ്പോൾ എക്സ് എന്ന് ഇട്ടാൽ മതി. പ്ലസ് ഓക്സിജൻ്റെ നമുക്കറിയാം -2 ആണ്, ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് -2 ഇൻറ്റു 4 ചെയ്യണം, ഈക്വൽ 0. ഈ 0 ഇടാൻ മറക്കരുത്. ദെൻ +2 + എക്സ് പ്ലസ് -2 ഇൻറ്റു 8. -2 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ -8. അപ്പോൾ 2 + x -8 ഈക്വൽ 0. അപ്പോൾ -8 + 2 എന്ന് പറയുമ്പോൾ -6 ആണ്. 8 ആണ് വലിയ നമ്പർ, അതിൻ്റെ ചാർജ് മൈനസ് ആയതുകൊണ്ടാണ് -6. അപ്പോൾ x - 6 ഈക്വൽ 0. -6 അപ്പുറത്ത് പോകുമ്പോൾ +6 ആവും. അങ്ങനെ ഇവിടുത്തെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആണ്. +6. അപ്പോൾ HNO2-ൽ എന്നിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. ഹൈഡ്രജൻ +1 പ്ലസ് എക്സ് പ്ലസ് ഓക്സിജൻ -2 ആണ്. -2 ഇൻറ്റു 2 ഓക്സിജൻ ഉണ്ട് ഇൻറ്റു 2 ഈക്വൽ 0. ഈ ഈക്വൽ 0 ഇടാൻ മറക്കരുത്. അപ്പോൾ +1 പ്ലസ് എക്സ് -4 ഈക്വൽ 0. -4 + 1 എന്ന് പറയുമ്പോൾ x -3 എന്ന് കിട്ടും. x -3 ഈക്വൽ 0. -3 അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് x ഈക്വൽ +3 എന്ന് വരും. അപ്പോൾ നൈട്രജൻ്റെ അല്ലെങ്കിൽ എന്നിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. +3 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.